അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ളുഹാ നിസ്കാരം വളരെ പ്രബലമായ സുന്നത്തായ നിസ്കാരമാണ്. 2 റക്അത്ത് എങ്കിലും ളുഹ നമ്മൾ കൈവിടാതെ നോക്കണം. വലിയ പ്രതിഫലമുള്ളതാണ്. പിന്നീട് നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ ളുഹ ഇല്ലാത്തവനായി ഖേദിക്കേണ്ടി വരരുത്. ളുഹ എന്ന് പറഞ്ഞാൽ പ്രഭാത വെളിച്ചം എന്നാണ് അർത്ഥം. സൂര്യനൊക്കെ ഉദിച്ച് ഇങ്ങനെ ചൂട് പിടിച്ചു വരുന്ന സമയം, നല്ലവണ്ണം നട്ടുച്ചയായിട്ടുമില്ല, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്, ഇരുട്ടുമില്ല. ഒരു 7:30 മണി മുതൽ 7-8 മണി മുതൽ ഒരു 11:30 വരെയുള്ള സമയത്തിന് ചൂടൊന്നും ഉണ്ടാവില്ല. അതിനാണ് ളുഹ സമയം എന്ന് പറയാം. അപ്പൊ ളുഹ നിസ്കാരം ഈ സമയത്താണ് എന്ന് പറഞ്ഞ് ളുഹർ ബാങ്ക് വരെ ഇല്ലെന്നല്ല. രാവിലെ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ തുടങ്ങും അതിന്റെ സമയം. അതിനുശേഷം ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഏത് സമയത്ത് നിസ്കരിക്കാം. ളുഹ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. അതിലെ 1-ാമത്തെ റക്അത്തിൽ വശംസി വളുഹാഹ എന്ന സൂറത്താണ് ഓതേണ്ടത്. 2-ാമത്തെ റക്അത്തിൽ വളുഹ സൂറത്തും. ഇത് 2 റക്അത്ത് നിസ്കരിക്കുന്നെങ്കിലാണ്. 8 റക്അത്താണ് അതിന്റെ പൂർണ്ണരൂപം. 8 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. 2-2 നിസ്കരിക്കലാ നല്ലത്. അപ്പൊ വേറെ വേറെ സൂറത്തുകൾ ഓതണം. അതിന് ഇഷ്ടമുള്ള സൂറത്തുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. പ്രത്യേക സൂറത്തുകൾ അതിനില്ല, നിങ്ങൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ളുഹ എന്ന സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഹാഫള അലാ ശഫാത്തിൽ ളുഹ, ളുഹായുടെ 2 റക്അത്ത് നിസ്കാരം ഒരാള് പതിവാക്കിയാല്, അതിന്റെ മേൽ സൂക്ഷിച്ചു പോന്നാൽ, ഉഫിറത്ത് ദുനൂബുഹു വഇൻ കാന മിസ്ല സബദിൽ ബഹർ, അവന്റെ ദോഷങ്ങൾ എത്രയുണ്ടെങ്കിലും പൊറുക്കും. കടലിന്റെ കരയിൽ, കടലിലെ നൊരകളുടെ അത്രയുണ്ടെങ്കിലും, കടലിലിടയ്ക്ക് മറിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ധാരാളം നൊരയുണ്ടാവും. എണ്ണമില്ല, അതിന് കണക്കില്ലാത്ത നൊരകൾ ഉണ്ടാവും, കോടിക്കണക്കിന്. എത്ര തെറ്റുണ്ടെങ്കിലും അള്ളാഹു മാപ്പാക്കും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റക്അത്താനി മിനൽ ളുഹാ തഅദിലാനി ഇൻദല്ലാഹി ബിഹജ്ജത്തി വഉംറ മുതഖബ്ബലതൈൻ. 2 റക്അത്ത് ളുഹ അള്ളാഹു സ്വീകരിച്ചാൽ ഹജ്ജ് ചെയ്തതും ഉംറ ചെയ്തതുമായ പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുക. അതിനോട് തുല്യമാണ് അതിന്റെ പ്രതിഫലം. ഒരു ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാണ് ദിനേന 2 റക്അത്ത് ളുഹ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം. മൻ സബ്ബഹ സുബ്ഹത്തൽ ളുഹ ഹൗലൻ മുഹറമൻ കതബല്ലാഹു ലഹു ബറാഅതൻ മിനന്നാർ. 1 വർഷം വിടാതെ ഒരാൾ ളുഹ നിസ്കരിച്ചാൽ അവന്റെ ശരീരത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നരകം അവന് ഹറാമായി. ഇമാം തബ്രാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഉണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ, സ്വർഗത്തിലൊരു വാതിലുണ്ട്, യുഖാലു ലഹു ളുഹ, അതിന് ളുഹ എന്നാണ് പേര്. ളുഹ നിസ്കരിക്കുന്നവർക്കുള്ളൊരു വാതിൽ തന്നെ ഉണ്ട്. ഫൈദാ കാന യൗമൽ ഖിയാമത്തി, ഖിയാമ ദിവസമായാൽ, നാദാ മുനാദി, ഒരു വിളിക്കുന്നയാള് വിളിച്ചു പറയും, ഐനല്ലദീന കാനൂ യദീമൂന അലാ സ്വലാത്തിൽ ളുഹ, ളുഹ നിസ്കാരത്തിന്റെ മേൽ പതിവാക്കിയിരുന്ന ആളുകളെവിടെ, അവരൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. ഹാദാ ബാബുക്കും ഫദ്ഖുലൂ ബിറഹ്മത്തില്ലാ, ഇത് നിങ്ങളുടെ കവാടമാണ്, നിങ്ങളുടെ ഏരിയയാണ്, നിങ്ങളുടെ എൻട്രിങ് സ്ഥലമാണ്. അതുകൊണ്ട് ഇതിലൂടെ പോയിക്കോളീൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടന്നോളീൻ എന്ന് വിളിച്ചു പറയും. ദൈലമി ഇമാം നിവേദനം ചെയ്യുന്നു. മറ്റൊരു ഹദീസ്, അൽ മുനാഫിഖു ലാ യുസല്ലി സ്വലാത്തൽ ളുഹ വലാ യഖറഉ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. കപടവിശ്വാസിക്ക് ഒരിക്കലും ളുഹ നിസ്കരിക്കാൻ പറ്റില്ല. അവന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതാനും പറ്റില്ല. ളുഹ നിസ്കാരം പതിവാക്കാൻ വിശ്വാസിക്കേ പറ്റുള്ളൂ. അപ്പൊ ളുഹ നിസ്കരിക്കുന്ന ആൾക്ക് സന്തോഷിക്കാം, അവന് ശരിയായ ഈമാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതീക്ഷ അർപ്പിക്കാം. നമുക്ക് ളുഹ നിസ്കരിക്കാൻ കഴിയുന്നത് ഈമാനുള്ള ആളുകൾക്കാണ്. അതുപോലെ ഖുൽ യാ അൽ കാഫിറൂൻ എന്ന സൂറത്ത്, അതിന്റെ അർത്ഥം, ഓ അവിശ്വാസികളെ, നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ ചേരുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ടും ചേരണ്ട, നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം. ഇത് പറയാൻ ഒരു വിശ്വാസിക്കേ പറ്റുള്ളൂ. കപടവിശ്വാസി അവരെ ഒന്നിച്ചും കൂടും, അവരൊന്നിച്ചും കൂടി അവരെ അമ്പലത്തിൽ പോകും, അവിടെ നേർച്ച നേരും, അവിടെയും വിശ്വസിക്കും, അവിടെയും ചില കർമ്മങ്ങളൊക്കെ ചെയ്യും, കച്ചവടം വർദ്ധിക്കാൻ, വിവാഹം ശരിയാകാൻ, രോഗം സുഖപ്പെടാൻ അവിടെയും പോയി നേർച്ചയിടും, ഇവിടെയും വരും, പള്ളിയിലും വരും. ഇത് കപടവിശ്വാസിയാണ്. പള്ളിയിൽ വരുന്നത് പോലെ അമ്പലത്തിലും പോകുന്ന ആളുകള് ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്നതാണ്. നമ്മുടെ ഏരിയയിലൊന്നല്ല, തെക്കൻ ജില്ലയിലൊക്കെ ചില
ഉമ്മമാര് വിളിച്ചു പറയാറുണ്ട്, ഭർത്താവ് ഇന്ന രൂപത്തിലൊക്കെ അവിടെ പോകാറുണ്ട്, അവിടെ വിശ്വസിക്കാറുണ്ട്, അവരുടെ ഫാമിലിയൊക്കെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയാറുണ്ട്. ഇത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ഒരാള് പൂനൂല് ധരിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോയാൽ അവൻ വിശ്വാസം ഇല്ലെങ്കിലും കാഫറാവുന്നു. കറുത്ത തുണിയൊക്കെ ധരിച്ച് മാലയിട്ട് ഇവിടെ മലയിൽ പോയാവുന്ന ശരീരമൊക്കെ ശുദ്ധിയാവുമെന്നും പറഞ്ഞ് ശബരിമലയിൽ പോയി ഒരു മുസ്ലിം, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുവരെ ചെയ്ത അമലുകളൊക്കെ പൊളിയും. അവൻ ഇപ്പോൾ അവിശ്വാസിയായിട്ടാണുള്ളത്. ആ സമയത്ത് മരിച്ചാൽ കാലാകാലം നരകത്തിലാണ്. ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ വേറെ വീഡിയോ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാം. അപ്പോ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖല ബൈത്തി, എന്റെ പരക്കരിക്കൽ വന്ന ഉമ്മുഹാനി എന്ന കുഞ്ഞിമ്മ പറയാണ്, റസൂലുള്ളാഹിന്റെ കുഞ്ഞിമ്മ, യൗമ ഫത്ഹ് മക്ക, മക്കം ഫത്ഹ് ദിവസം, വഗ്തസല വസല്ല 8 റകഅത്ത്, മക്കം ഫത്ഹ് ദിവസം കുളിച്ചിട്ട് 8 റകഅത്ത് എന്റെ വീട്ടിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ഫലമ്മ സലാത്തൻ ഖദ ഖഫ മിന്നാ, വളരെ സ്പീഡിലാ നിസ്കരിച്ചത്. 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സൂറത്തൊന്നും ഓതിയിട്ടില്ല. രാത്രിയൊക്കെ ബഖറയും ആലി ഇമ്രാനൊക്കെ അല്ലേ ഓതുന്നത്. അതിനോട് അപേക്ഷിച്ചിട്ട് ഈ നിസ്കാരം വളരെ ലഘുവായിട്ടാണ്, ഇത്രയും സ്പീഡാണ് എന്ന് പറയുന്നത്. അല്ലാണ്ട് സുജൂദ് റുക്കുവൊക്കെ സ്പീഡാക്കി എന്നല്ല. നമ്മൾ നിസ്കരിക്കുന്ന പോലെ സുജൂദിനെ തല വെച്ച് അപ്പ തന്നെ പൊന്തിക്കുക, റുക്കുവൊക്കെ വളരെ വേഗത്തിൽ, അതല്ല ഈ പറയുന്നത്. വലിയ സൂറത്തുകളൊന്നും ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച നിസ്കാരം 8 റകഅത്ത്. അന്നഹു യത്തിമുർ റുക്കുവ സുജൂദ്, പ്രത്യേകം പറയുന്നുണ്ട്, സുജൂദ് റുക്കുവൊക്കെ നല്ല കാമിലായിട്ട് തന്നെയാണ് നിസ്കരിച്ചത്. വദാലിക ദുഹാ, ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറയുന്ന, ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്നത് ദുഹാ നിസ്കാരമായിരുന്നു. ചില പുത്തൻവാദികൾ ദുഹാ നിസ്കാരമില്ല, അത് സൂഫികൾ ഉണ്ടാക്കിയതാ, അത് സുന്നികൾ ഉണ്ടാക്കിയതാ, എല്ലാം സുന്നികളെ തലയിൽ വെച്ച് കെട്ടി നന്മകളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ പിശാച് കണിച്ച ഉണ്ടാക്കിയ ഒരു പിന്നെ തന്ത്രമാണ് മുസ്ലിം നാമധാരികൾക്ക് പറ്റിയിട്ടുള്ളത്. അതായത് എല്ലാം സൂഫികൾ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് മാറി നിൽക്കുക. ദിക്ർ അൽക്കയും സലാത്തും ദിക്റും ഒക്കെ, ഇതൊക്കെ ഖുർആൻ ഹദീസും പറഞ്ഞതും അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്കൊന്നും എത്താതെ അവരെ മാറ്റി നിർത്താൻ പിശാച് ഉണ്ടാക്കിയ കെണി വലയിൽ അവർ പെട്ടു എന്നല്ലാതെ. ദുഹാസ്കാരം ഇമാം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൽ ഉൾപ്പെടെ വദാലിക ദുഹാ, വദാലിക ദുഹാ, അത് ദുഹാ നിസ്കാരമായിരുന്നു എന്ന് വ്യക്തമായി പറയുന്നത് കണ്ടില്ലേ പുത്തൻവാദി. ഇബ്നു ഹബ്ബാൻ അൻ അഖബത്ത് ഇബ്നു അമർ, സ്വല്ലു റകഅത്തൈൻ അൽദുഹാ ബിസൂറത്തൈഹിമ വശംസി വദുഹാഹാ വദുഹാ, ഈ 2 സൂറത്തുകൾ ഓതിയിട്ട് വശംസിയും വദുഹായും ഓതി നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ദുഹാ നിസ്കാരം നമുക്ക് പതിവാക്കാം. ദുഹാ നിസ്കാരത്തിന്റെ ഒരു ചെറിയ ദുആ ഉണ്ട്, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീമുൽ ഗഫൂർ. 100 വട്ടം ചൊല്ലണം, 100 മറ. പിന്നെ ദുഹാ നിസ്കരിച്ചതിന് ശേഷം കഴിയുമെങ്കിൽ ചിലപ്പോൾ കുല്യാൽ കാഫിറൂനും കുൽഹുവല്ലാഹു അഹദും ഓതിയിട്ട് ദുഹാ നിസ്കരിച്ചിട്ടുണ്ട്. വലിയ സമയമില്ലാത്തപ്പോൾ ദുഹാസ്കാരത്തിൽ വശംസ് ഓതാൻ അറിയാത്തവർ, ഒക്കെ ദീർഘമായി സമയം കിട്ടാത്ത ആളുകൾക്ക് അതിനുള്ള സമയമില്ലെങ്കിൽ കുല്യാ അയ്യുൽ കാഫിറൂനയും കുൽഹുവല്ലാഹു അഹദും ഈ 2 സൂറത്ത് ഓരോ റകഅത്തുകളിൽ ഓതി. ആദ്യത്തെ റകഅത്തിൽ കുൽഹുവല്ലാഹു അഹദ്, രണ്ടാമത്തെ റകഅത്തിൽ കുൽഹുവല്ലാഹു ഓതിയും നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന ഹദീസ് ഇവിടെ കാണുന്നുണ്ട്. ദുഹാന്റെ ശേഷം റബ്ബിഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണേ, വതുബ് അലയ്യ, എനിക്ക് നീ തൗബ സ്വീകരിച്ച് എന്റെ തൗബകളെ, എന്റെ തെറ്റുകളെല്ലാം മാപ്പാക്കണേ. ഇന്നക അൻതത് തവ്വാബുർ റഹീമുൽ ഗഫൂർ, നീ ധാരാളം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനും കാരുണ്യവാനും മാപ്പ് ചെയ്യുന്നവനും ഒക്കെയല്ലേ റബ്ബേ. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീമുൽ ഗഫൂർ, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീമുൽ ഗഫൂർ. 100 വട്ടം ചൊല്ലുക. അള്ളാഹു ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ദുഹാ നിസ്കാരം പതിവാക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.